നമസ്കാരം. സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാതെ ജീവിച്ചു പോകുന്ന പാവം മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ഡോൺ ആയിരുന്നുവെന്ന് തിരിച്ചറിയുന്നത് സിനിമകളിലൊക്കെ നാം കണ്ടിട്ടുണ്ടാകും. അത്തരത്തിൽ ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവിതമായിരുന്നു മൂവാറ്റുപുഴ വള്ളക്കാലിപ്പടിയിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന എഡിസൺ മാത്യു എന്ന IT ഉദ്യോഗസ്ഥൻ നയിച്ചിരുന്നത്. ഒരു സാധാരണക്കാരനായി പരാതി പറയാൻ ഇടവരുത്താത്ത വ്യക്തിത്വമായി നല്ലൊരു കുടുംബസ്ഥനായി ഒക്കെ ജീവിച്ച യുവാവ്. അയാൾ ഡാർക്ക് നെറ്റിലൂടെ കേരളം കേന്ദ്രീകരിച്ച രാജ്യവ്യാപകമായി നടത്തുന്ന ലഹരി മരുന്ന് ഇടപാടിൻ്റെ തലവനാണെന്നറിഞ്ഞപ്പോൾ നാട്ടുകാരടക്കം ഞെട്ടി. എഡിസൺ മാത്യു 1.5 വർഷം മുൻപ് വരെ ബംഗളൂരുവിൽ IT കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു എന്ന കാര്യം മാത്രമാണ് സമീപവാസികൾക്ക് അറിയാമായിരുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ എഡിസൺ കുറച്ചുനാളായി നാട്ടിലുണ്ട്. രാവിലെ മകനെയും കൂട്ടി നഴ്സറിയിൽ പോകുന്ന എഡിസണെയാണ് നാട്ടുകാർക്ക് ഏറെ പരിചിതം. വൻ മയക്കുമരുന്ന് കച്ചവട ചങ്ങലയിലെ കണ്ണിയാണ് ഇയാളെന്ന വെളിപ്പെടുത്തലിൻ്റെ അമ്പരപ്പിലാണ് നാട്ടുകാരടക്കമുള്ളത്. ശാന്തനും സൗമ്യനുമായി സംസാരിക്കുന്ന പാവത്താനെ പോലെ ഒരാൾ, പൊതുവെ അന്തർമുഖനും വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടുന്നയാളും എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. നാട്ടുകാരടക്കം ആരും ഒരിക്കൽ പോലും അയാളെക്കുറിച്ച് മോശമായി സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായി ഡാർക്ക് നെറ്റ് മാർക്കറ്റുകളിൽ സജീവമായ എഡിസൺ അതിനും 4 വർഷം മുൻപെങ്കിലും ലഹരി ഇടപാടുകൾ തുടങ്ങിയിരുന്നു എന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബോർഡ് വൃത്തങ്ങൾ പറയുന്നത്. എറണാകുളം ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ബംഗളൂരു, പൂനെ എന്നീ സ്ഥലങ്ങളിൽ ഇയാൾ ജോലി ചെയ്തിരുന്നു. ഈ മേഖലയിലെ ഏറ്റവും മികച്ച കമ്പനികളിലായിരുന്നു ജോലി. അക്കാലത്താണ് ലഹരി ഇടപാടുകൾ തുടങ്ങിയത്. തുടക്കത്തിൽ ആവശ്യക്കാരെ കണ്ടെത്തി ചെറിയ തോതിൽ നേരിട്ട് വിൽപ്പനയായിരുന്നു. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി ആലുവയിൽ ഒരു റെസ്റ്റോറൻറ്റ് തുറന്നു. എന്നാൽ കോവിഡ് സമയത്ത് അത് അടച്ചു. പിന്നീടാണ് മൂവാറ്റുപുഴയിലെ വീട് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി ഇടപാടുകൾ തുടങ്ങിയത്. എഡിസന്റെ മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുമാണ് വീട്ടിലുള്ളത്. ഇവർക്കാർക്കും ഇയാളുടെ ഇടപാടുകളെപ്പറ്റി ഒരക്ഷരം അറിയില്ലായിരുന്നുവെന്നും നാർക്കോട്ടിക് കൺട്രോൾ ബോർഡ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. 2 വർഷമായി ഡാർക്ക് നെറ്റ് വഴി വൻതോതിൽ ലഹരി മരുന്ന് എത്തിക്കുകയും അത് വീട് കേന്ദ്രീകരിച്ച് വിൽക്കുകയുമായിരുന്നു ഇയാളെന്നാണ് NCB പറയുന്നത്. കേരളത്തിൽ ശരാശരി 1 വർഷം പിടികൂടുന്നത് ഏകദേശം 1000 LSD സ്റ്റാമ്പുകളാണ്. എന്നാൽ എഡിസന് ഒറ്റ ഇടപാടിൽ തന്നെ 1000-ലേറെ സ്റ്റാമ്പുകൾ എത്തിക്കാറുണ്ടായിരുന്നു. തപാലും കൊറിയറും വഴി സ്വന്തം പേരിലല്ലാതെ ലഹരി മരുന്ന് എത്തിച്ചേരുന്നു. അത് കൊണ്ടുവരുന്നവരെ ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ഥലത്ത് വച്ച് പാഴ്സൽ വാങ്ങുകയായിരുന്നു പതിവ്. ഇങ്ങനെ എഡിസന്റെ പ്രവർത്തനം ഏറെക്കുറെ തനിച്ചായിരുന്നു എന്നാണ് വിവരം. എഡിസൺ ബാബുവിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത മയക്കുമരുന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. മൂവാറ്റുപുഴ കോടതിയിൽ ഏൽപ്പിച്ച LSD സ്റ്റാമ്പുകൾ, കെറ്റമൈൻ തുടങ്ങിയവയുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി കൈപ്പറ്റിയത്. ക്രിപ്റ്റോ കറൻസിയുടെ വിവരമടങ്ങിയ ലാപ്ടോപ്പും എഡിസന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഞായറാഴ്ച തുടങ്ങിയ റെയ്ഡ് തിങ്കളാഴ്ച പുലർച്ചെയാണ് അവസാനിച്ചത്. അതിനിടെ എഡിസനൊപ്പം കസ്റ്റഡിയിലെടുത്ത കൂട്ടാളിയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. ഡാർക്ക് വെബിലൂടെ എഡിസൺ ബാബു നടത്തിയത് 700ഓളം ഇടപാടുകളെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കെറ്റാമെലോൺ എന്ന പേരിൽ പ്രവർത്തിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല വഴിയായിരുന്നു ഇടപാടെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ 2 വർഷത്തിനിടെ 5 മുതൽ 10 കോടി രൂപയുടെ വരെ ഇടപാട് നടത്തിയിരുന്നതായെന്നാണ് NCB സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് എഡിസനെ പിടികൂടിയത്. 1127 LSD ബ്ലോട്ടുകളും 131.66 ഗ്രാം കെറ്റമൈനും 70 ലക്ഷം രൂപ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി, ഒരു ഹാർഡ്വെയർ വാലറ്റ് അടങ്ങിയ ലാപ്ടോപ്പ് എന്നിവ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. എഡിസന്റെ ഈ ഒരു പ്രവർത്തനം കൊച്ചി യൂണിറ്റിന് വ്യക്തമായത്, അതായത് നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിൻ്റെ കൊച്ചി യൂണിറ്റിന് വ്യക്തമായത് 1.5 മാസം മുൻപായിരുന്നു. വ്യക്തമായ തെളിവുകളോടെ എഡിസനെ പിടികൂടുക എന്നതായിരുന്നു പിന്നീടുള്ള ലക്ഷ്യം. ജൂൺ 28-ന് കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസിൽ എത്തിയ 3 പാഴ്സലുകൾ അതിലേക്കുള്ള വഴി തുറന്നു. 280 LSD സ്റ്റാമ്പുകൾ അടങ്ങിയ ആ പാഴ്സലുകൾ എത്തിയത് എഡിസന്റെ പേരിലായിരുന്നു. പിറ്റേന്ന് ഞായറാഴ്ച മൂവാറ്റുപുഴയിൽ എഡിസന്റെ വീട്ടിലെത്തിയ NCB സംഘം ഒരു കാര്യം അറിയാനുണ്ട് എന്ന് പറഞ്ഞാണ് അയാളെ വീടിന് പുറത്തേക്ക് വിളിച്ചു വരുത്തിയത്. വീട്ടിൽ നിന്നിറങ്ങി വന്ന എഡിസനോട് മറ്റ് കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങിയ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് വിഷയം മാറ്റി, ഇതൊന്നുമല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്, കെറ്റാമെലോണിനെ കുറിച്ചാണ് അറിയേണ്ടത് എന്ന് പെട്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട എഡിസൺ ഞെട്ടിയിരുന്നു പോയി. ആ പേരിലാണ് അയാൾ ഡാർക്ക് നെറ്റിൽ ലഹരി ഇടപാട് നടത്തിയിരുന്നത്. അതീവ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന അയാൾക്ക് പിടിക്കപ്പെടില്ല എന്ന് അത്രയേറെ ഉറപ്പുണ്ടായിരുന്നു.